അവയവദാനത്തിൽ പുതുചരിത്രം. റോഡ് അപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലൻ ഷെറിൻ അബ്രഹാമിന്റെ വൃക്കകളും കരളും ഹൃദയവാൽവും ദാനം ചെയ്യും. അവയവങ്ങൾ കൊച്ചിയിൽ നിന്ന് റോഡ് മാർഗം തിരുവനന്തപുരത്തെത്തിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി മുതൽ സേവാ തീർത്തിൽ. സെൻട്രൽ വിസ്ത ഓഫീസ് സമുച്ചയങ്ങൾ മോദി ഉദ്ഘാടനം ചെയ്തു. പുതിയ ഓഫീസിൽ പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആശ്വാസമാകുന്ന PM രാഹത് പദ്ധതി. ആദ്യ 7 ദിവസം 1.5 ലക്ഷം രൂപ വരെ സൗജന്യവും പണരഹിതവുമായ ചികിത്സ ലഭിക്കും. മണിപ്പൂർ കലാപത്തിൽ CBIയോട് റിപ്പോർട്ട് തേടി സുപ്രീം കോടതി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ബംഗ്ലാദേശിൽ നടന്ന ആദ്യ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ചരിത്ര വിജയം. ഖാലിദാസിയയുടെ മകൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സൂചന. അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനാധിപത്യപരവും പുരോഗമനപരവുമായ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് മോദി. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ മോഷണം പോയതിൽ അന്വേഷണം ഊർജിതം. കഴിഞ്ഞ ദിവസത്തെ DJ പാർട്ടിക്ക് സൗകര്യമൊരുക്കാനെത്തിയ 18 പേരെ ചോദ്യം ചെയ്യും. T20 ലോകകപ്പിൽ അട്ടിമറി ജയവുമായി സിംബാബ്വെ. ഓസ്ട്രേലിയയെ 23 റൺസിന് തോൽപ്പിച്ചു. 169 റൺസ് പിന്തുടർന്ന ഓസീസ് 146 പുറത്ത്. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ 3-ാം സ്ഥാനത്ത്.